എടി ഇംഗ്ലീഷ് ഒരു പോയം എഴുതാൻ വന്ന ക്വസ്റ്റ്യൻ. ഞാൻ നിനക്ക് എത്ര പോയം പഠിപ്പിച്ചു തന്നു, ഒരെണ്ണം പോലും എഴുതിയിട്ടില്ല. പങ്കി പിങ്കി പൊങ്കി എഴുതിയാണല്ലോ. നീ എഴുതിയിട്ടുണ്ടോ? ഞാൻ കണ്ടില്ലല്ലോ, നോക്കട്ടെ. പങ്കി പിങ്കി പോങ്കി മൈ ഫാദർ ഈസ് എ ഡോങ്കി. എടി മൈ ഫാദർ ഈസ് അല്ലല്ലോ, ഹാസ് എ ഡോങ്കി അല്ലേ? അത് പിന്നെ പെട്ടെന്ന് അച്ഛന്റെ മുഖം ഓർത്തപ്പോ മൈ ഫാദർ ഈസ് എ ഡോങ്കി ആയിട്ടില്ല. എടി മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതാൻ പറഞ്ഞിട്ട് അതിന് പോലും മാർക്കില്ലല്ലോ. ഞാൻ ഇതിനകത്ത് ടേബിൾ ഒക്കെ എഴുതിയിട്ടുണ്ട്, കണ്ണ് വെച്ചൊന്ന് നോക്ക്. എടി മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതാൻ പറഞ്ഞപ്പോ വീട്ടിലെ സ്റ്റഡി ടേബിൾ ആണോ ഇത് വരച്ചു വെക്കുന്നത്? എന്റെ പൊന്നമ്മ, 2 ടേബിൾ തന്നെ അല്ലയോ? ജികെക്ക് വട്ടപൂജ്യം. നീ എന്താ എഴുതിയിട്ടാ? നോക്കട്ടെ. അമ്മ ഒന്ന് വായിക്കേ. ഇത് ലോകത്തെ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലം വീട്ടിലെ ഫ്രിഡ്ജാണ്. എന്റെ പൊന്നമ്മ, പിന്നെ എന്തോ ഫ്രിഡ്ജിന് തണുപ്പില്ല. ഈ പരിസരത്ത് എല്ലാ വീട്ടിലും ഞാൻ നോക്കിയിട്ടുണ്ട്. എല്ലാ വീട്ടിലേക്കായിട്ട് ഫ്രിഡ്ജിന് തണുപ്പ് പോകുന്നത് നമ്മുടെ ഫ്രിഡ്ജിന്. ഓ, AC എഴുതാനത് ഭാഗ്യമായി. ഏസിക്കകത്ത് ഐസ് വരും, മണ്ടി തള്ളേ. ഒരു കാർബൺ ഡയോക്സൈഡ് എന്ന വാതകം മരങ്ങളെ സൂക്ഷിച്ച് ഓക്സിജൻ എന്ന ശുദ്ധവായു ഉണ്ടാകും. എടി ഇതിന് സമാനമായ ഒരു പ്രോസസ്സ് എഴുതാൻ പറഞ്ഞ നീ എന്തോ എഴുതി വെച്ചേക്കുന്നത്? വിഷബാധങ്ങളായ കല്ല് പൊടിച്ച് അപ്പ ശുദ്ധമായ നൂലിട്ട് പൊരിച്ചെടുത്ത് നീപ്പ് നല്ല സമാനമായിട്ടുള്ള എന്താ കൊള്ളാല്ലേ? എടി ഏറ്റവും കൂടുതൽ കേൾവി ശക്തിയുള്ള ജീവി ഏതാന്ന് ചോദിച്ചാൽ നീ എന്തുവാടി എഴുതി വെച്ചേക്കുന്നേ? കുടുംബശ്രീയിലെ മിനി മാങ്ങി. 10 കിലോമീറ്റർ ദൂരെയുള്ള പൊതിഞ്ഞോണെ ഈ ചെവി കൂടെ പിടിച്ചെടുക്കുന്നതാണ്